എന്തുകൊണ്ട് അനീഷിൽ നിന്ന് ഞാൻ മാറി എന്ന് ചോദിച്ചാൽ, ആദ്യം അനീഷിനെ സപ്പോർട്ട് ചെയ്തിരുന്നു, അതിൽ നിന്ന് മാറിയത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ, ഇന്നത് കൃത്യമായിട്ട് തന്നെ പലരും അവിടെ ഫോക്കസ് ചെയ്തു. എന്താണ്, അനീഷിൻ്റെത് പലതും ഗെയിം പ്ലാനുകൾ മാത്രമാണ്. അനീഷ് ഈ മത്സരത്തിൽ പ്രവേശിച്ചപ്പോൾ പോലും എനിക്ക് തോന്നുന്നു ഇന്റർവ്യൂവിൽ സെലക്ഷൻ ഇന്റർവ്യൂവിൽ പോലും പുള്ളി പറഞ്ഞത്, ലാലേട്ടന്റെ ഫസ്റ്റ് എൻട്രി എപ്പിസോഡിൽ ലാലേട്ടൻ തന്നെ പറഞ്ഞു, സ്ത്രീ വിരുദ്ധനായിട്ടുള്ള ഒരാള് നമ്മുടെ ഷോയിലേക്ക് പ്രവേശിക്കുന്നുണ്ട്, സ്ത്രീ വിരുദ്ധതയാണ് പുള്ളി പ്രസന്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ സ്ത്രീ വിരുദ്ധത കാർഡ് സ്ത്രീകൾക്കെതിരെ പറയും എന്നായിരുന്നു മിക്കവാറും ഇന്റർവ്യൂ പറഞ്ഞിരിക്കാൻ സാധ്യത. അതുകൊണ്ടാണ് ലാലേട്ടൻ ആ വാക്ക് തന്നെ എൻട്രി എപ്പിസോഡിൽ പറഞ്ഞത്. പലരും മറന്നിട്ടില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. പക്ഷെ ആ സ്ത്രീ വിരുദ്ധതയുടെ ടാഗ് അല്ലെങ്കിൽ ആ പേരും പറഞ്ഞ് പ്രവേശിക്കുകയും നാളിന്ന് വരെ ആ ഒരു ഏരിയയിൽ സ്ത്രീ വിരുദ്ധതയുടെ ഒരു വാക്കുകളും പറയാതെ അതിവിദഗ്ധമായി ആ പ്ലേറ്റ് മറിച്ചിട്ട് പല കാര്യങ്ങളും അവിടെ പറയാനുണ്ടായിരുന്നു. അവിടെയുള്ള മത്സരാർത്ഥികളിൽ പലരും പല രീതിയിൽ ദോശ ചുട്ടിടുന്ന പോലെ അപ്പുറവും ഇപ്പുറവും മറിച്ചിട്ട് പറയുമ്പോഴത്തേക്ക് അതൊന്നും നേരെ ചൊവ്വേ പറയാതെ പുള്ളി എൻട്രി കിട്ടിയ ആ ടാഗ് പുള്ളി മറച്ചു കളഞ്ഞു, അതിവിദഗ്ധമായി മറിച്ചു. കാരണം പ്രവേശിക്കാൻ വേണ്ടി എന്ത് തന്ത്രങ്ങളും എടുത്തിട്ട് പ്രവേശിച്ചു കഴിയുമ്പോൾ പ്ലേറ്റ് മാറ്റാമല്ലോ. അത് തന്നെയായിരുന്നു ഞാൻ മനസ്സിലാക്കിയ ആദ്യത്തെ ജെർക്കിംഗ് ചാട്ടം. എന്തായാലും ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം ഫേക്ക് ആണ് എന്ന് എനിക്ക് അതോടുകൂടി തന്നെ മനസ്സിലായി. പിന്നെ വരും സമയങ്ങളിലും ഇന്ന് ഷാനവാസ് തന്നെ പറഞ്ഞു, അടുത്ത സുഹൃത്തായ ഷാനവാസ് തന്നെ പറഞ്ഞു, അദ്ദേഹം പലതും കാണിച്ചതുപോലും പലതും ഫേക്കായിട്ട് തന്നെയാണ്. ഇപ്പൊ നിൽക്കുന്നത് പോലും അങ്ങനെ തന്നെ ആദ്യം വന്ന അതേപോലെ തന്നെ നിൽക്കുന്നത്, മാറാൻ താല്പര്യമില്ലാത്തതുകൊണ്ട്.